CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഐതിഹാസികമായ ഒരു വിദ്യാർത്ഥി സമരം, അതിൻ്റെ പൂർണ്ണ വിജയം. ഈ വിജയത്തിന് ശേഷം RSSൻ്റെ മുഖപത്രത്തിൽ അവർ നിരന്തരമായി CPIMനെതിരെയും SFIക്കെതിരെയും AISFനെതിരെയും അടക്കമുള്ള ഇടത് സംഘടനകളെ എന്തോ രാജ്യദ്രോഹികളാണ്, അവരാണ് ഈ സമരമാകെ നടത്തിയത്. എന്നിട്ട് MA ബേബി അതുപോലെ തന്നെ ഐഷ ഘോഷിൻ്റെയൊക്കെ പടം കൊടുത്ത് മാർക്ക് ചെയ്ത് വട്ടത്തിൽ മാർക്ക് ചെയ്തിട്ട് ഇവരെ ചൈനീസ് ഫണ്ട് വാങ്ങിയാണ് ഈ സമരം നടത്തിയതെന്ന് ആക്ഷേപിക്കുകയാണ്. എന്താണ് ഇതിനോടുള്ള പ്രതികരണം? ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് കീഴടങ്ങി ബ്രിട്ടീഷ് സാമ്രാജ്യ അധികാരികൾക്ക് 6 തവണ മാപ്പെഴുതി കൊടുത്ത സവർക്കറുടെ പിന്മുറക്കാരാണ് RSSകാർ. എന്നാൽ സവർക്കർ, വീര സവർക്കർ എന്ന് കൃത്രിമമായി ഒരു വ്യാജ നിർമ്മിതി ഉണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അഭിജിത് ദിപ്കയുടെയും സോണം വാങ്ചുക്കിൻ്റെയും എല്ലാം ഇടപെടലോടുകൂടി പുതിയൊരു തലത്തിലേക്ക് വ്യാപിച്ച വിദ്യാർത്ഥി സമരം. ഈ വിഷയം ആദ്യം ഏറ്റെടുത്ത് SFIയും AISFും മറ്റ് സംഘടനകളുമെല്ലാമാണ്. പക്ഷേ സംഘടിത വിദ്യാർത്ഥി പ്രസ്ഥാനവും സ്വയംഭൂവായി എന്ന് പറയാവുന്ന വിധത്തിൽ ഉയർന്നു വന്ന CJPയും ചേർന്ന് സംയുക്തമായി ജന്തർ മന്ദർ നടത്തിയ ഈ സമരം ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനികളെ ആകർഷിക്കുന്ന, രക്ഷിതാക്കളെ ആകർഷിക്കുന്ന ഒരു പ്രക്ഷോഭമായി മാറി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് എങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ അമിതമായ കേന്ദ്രീകരണത്തിലൂടെ സംസ്ഥാന ഗവൺമെൻറ്റുകളെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് നീങ്ങുന്നത്, ഒപ്പം വർഗീയവൽക്കരണം, കച്ചവടവൽക്കരണം, ഇതാണ് വിദ്യാഭ്യാസ രംഗം നടത്തുന്നത്. ഇതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് SFIയും മറ്റ് പുരോഗമന സംഘടനകളും നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ പേപ്പർ ലീക്ക്, നീറ്റ് പരീക്ഷയും CBSE പരീക്ഷയും ഒക്കെ നടത്തിയതിലെ അഴിമതിയും പിടിപ്പുകേടും വെളിച്ചത്ത് വന്നതോടുകൂടി വലിയ പ്രക്ഷോഭമായി ഇത് വളർന്നു. ഇന്ത്യയിലെ ഒരു കുടുംബത്തിനും ഇതുപോലൊരു സമരത്തിന് മാറി നിൽക്കാൻ കഴിയില്ല. കാര്യം പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളില്ലാത്ത ഒരു വീടും ഇന്ത്യയിലുണ്ടാവില്ല. അവരുടെ എല്ലാം ഭാവിയുടെ പ്രശ്നമാണ്. അത് ജനങ്ങളുടെ മുമ്പിൽ വന്നു. BJP എങ്ങനെ കള്ളം പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് കൈവശപ്പെടുത്തി അധികാരത്തിൽ വന്നു എന്നുള്ളത് മുമ്പ് BJPക്ക് വോട്ട് ചെയ്തവർ പോലും തിരിച്ചറിയുന്നു. BJPക്കാർ വോട്ട് ചെയ്തവരുടെ വീട്ടിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾ ഈ സമരരംഗത്തുണ്ട്. അത്തരത്തിലുള്ള ചില രക്ഷിതാക്കൾ സമരകേന്ദ്രത്തിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ തെറ്റായിട്ട് അറിയാതാണ് BJPക്ക് വോട്ട് ചെയ്തു പോയത് എന്ന് പറഞ്ഞു. ഇതെല്ലാം ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന മാറ്റം കണ്ട് ഭയപ്പെട്ടിട്ടാണ് ഓർഗനൈസറും RSSും സംഘപരിവാറും ഇത്തരത്തിലുള്ള കള്ളപ്രചാരവേലയുമായിട്ട് നടക്കുന്നത്. അതൊന്നും ഞങ്ങളെ ഒട്ടും തന്നെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല. അപ്പോൾ ഈ പേരുകൾ അതിൽ ഇന്നലെ രാവിലെ ഒരു ലേഖനം വരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വൈകിട്ടായപ്പോഴേക്കും അത് അപ്ഡേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ അകത്ത് ജോൺ ബ്രിട്ടാസ്, അരുന്ധതി റോയി, അങ്ങനെ കുറേ പേരുകൾ അവർ പറയുന്നുണ്ട്, സാഗരിക ഘോഷ്. അപ്പോൾ ഇത്തരത്തിൽ ഇവർ വല്ലാതെ അസ്വസ്ഥപ്പെടുന്നുണ്ട് ഈ സമരത്തെ. എന്തുകൊണ്ടായിരിക്കാം? ഒരുപക്ഷെ ഈ കൊമ്പൊടിഞ്ഞു എന്നൊരു തോന്നൽ ഉള്ളിൽ ഇങ്ങനെ വല്ലാതെ അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരിക്കാം. 12 വർഷക്കാലം ഇതുവരെ കുമ്പിട്ട് അല്ലെങ്കിൽ ഒരു സമരത്തോടും അവരങ്ങനെ കീഴ്പ്പെട്ടിട്ടില്ലല്ലോ. യഥാർത്ഥത്തിൽ ഭയത്തിൻ്റെ ഭരണമാണ് ഇന്ത്യയിൽ മോഡി ഭരണത്തിൻ്റെ കാലത്ത് പുലർന്നു പോകുന്നത്. വലിയൊരു വിഭാഗം ആൾ ഭയപ്പെട്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനമായിട്ടുള്ള CPIMോ തൊഴിലാളി സംഘടനകളോ കർഷക പ്രസ്ഥാനമോ വിദ്യാർത്ഥി യുവജന മഹിളാ പ്രസ്ഥാനങ്ങളോ ഒന്നും ഭയന്നിരുന്നില്ല. അതിന് തെളിവാണ് സംയുക്ത കർഷക സമരം. അതും വലിയൊരു വിജയമായി തീർന്നു. ഇപ്പോഴത്തെ വിദ്യാർത്ഥി സമരം അതിൻ്റെ ഒരു ഘട്ടമേ വിജയിച്ചുള്ളൂ. ധർമ്മേന്ദ്ര പ്രധാൻ മാറി. അപ്പം ഉറച്ചു നിന്ന് സമരം ചെയ്താൽ ആരെയും മാറ്റാം. ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റാമെങ്കിൽ അമിത്ഷായെയും മാറ്റാം, നരേന്ദ്രമോദിയെയും മാറ്റാം. ഈ സന്ദേശം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിലുള്ള ഭയപ്പാടാണ്. അപ്പോൾ ഭയം ജനങ്ങളെ ബാധിക്കുന്ന നില മാറിയിരിക്കുന്നു. വലിയ വിഭാഗം ജനങ്ങൾ ധീരരായി സത്യം വിളിച്ചു പറയാനും എത്ര ക്രൂരമായ മർദ്ദനം സഹിച്ചിട്ടാണെങ്കിലും സമരരംഗത്ത് ഉറച്ചു നിൽക്കാനും തയ്യാറായി ഇന്ത്യയിലെ ജനങ്ങൾ മുന്നോട്ട് വരുന്നു. അതിൽ പുതിയ തലമുറ, വിശേഷിച്ച് വിദ്യാർത്ഥികളും യുവാക്കളും രംഗത്ത് വരുന്നു. അത് സംഘടിത പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരല്ല, അസംഘടിതരായി നിൽക്കുന്ന വിദ്യാർത്ഥികളും ഇപ്പോൾ CJP പോലുള്ള പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് വരുന്നു. ഇത് തങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച് വലിയ ഭയപ്പാട് മോഡിക്കും അമിത്ഷായ്ക്കും മോഹൻ ഭഗത്തിനും ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഈ ആക്രമണത്തിൻ്റെ എല്ലാം അടിയിലുള്ളത്. നന്ദി ശ്രീ ബേബി പ്രതികരിച്ചതിന്. എന്തായാലും ഈ വിഷയം വളരെ സജീവമായി തന്നെ
സമൂഹത്തിൽ ചർച്ചയാകുന്നുണ്ട്. RSS വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നു, കേന്ദ്ര സർക്കാർ വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നു. ഇതുവരെ തങ്ങൾ ആർക്കും കീഴടങ്ങാത്തവരെന്നൊരു ബോധ്യമുണ്ടാക്കി ഭയപ്പെടുത്തി മുന്നോട്ട് പോയിരുന്നെങ്കിൽ അതെല്ലാം ഈ വിദ്യാർത്ഥി സമരത്തോടുകൂടി ഇല്ലാതായി എന്നൊരാശങ്ക വല്ലാതെ RSSനെ അലട്ടുന്നുണ്ട്. ഷമ്മി പ്രഭാകർ, കൈരളി ന്യൂസ്, ദില്ലി.